കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hello everyone, welcome to LearnWise Igno Focus 5.0. നമ്മൾ ഇന്ന് ഈ വീഡിയോയില് MEG 04 എന്ന് പറയുന്ന MA ഇംഗ്ലീഷില് ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് വി ആർ ഗോയിങ് ടു ഡു ഇൻ ദിസ് പർട്ടിക്കുലർ വീഡിയോ. അപ്പൊ നമ്മൾ MEG 04ന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം അനലൈസ് ചെയ്തിട്ട് എക്സാമിനേഷന്റെ പാറ്റേൺ എങ്ങനെയാണ്, ട്രെൻഡ്സ് എങ്ങനെയാണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത്, ഏതൊക്കെ ഫോമാറ്റ്സുകളാണ്, എത്രത്തോളം വെയിറ്റേജ് ആണ് ഓരോ ക്വസ്റ്റ്യൻസിനും വരിക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് we are going to have a discussion in today's video. So let's get started. So introduction. This PYQUA is a forecast companion for the December TEE 2025 in MEG 04 aspects of language. Its purpose is simple: to channel your effort toward the topics and skills most likely to influence your score. By aligning preparation to the visual blocks, past exam behavior, and stable marking pattern, it turns historical data into practical study practice. You will know where to read deeply, where concise notes suffice, and how to balance theoretical understanding with examples and short explanations, all while staying aligned with IGNO's academic expectations. അപ്പൊ നമ്മൾ MEG 04നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ എക്സാമിനേഷൻ പെർസ്പെക്റ്റീവിനകത്ത് ഏതൊക്കെ ഏരിയാസുകൾ നമ്മൾ ഫോക്കസ് ചെയ്യണം, എവിടേക്കാണ് നമ്മൾ ട്രസ്റ്റ് കൊടുക്കേണ്ടത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് ചോദിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും കൺസൈസ് ആയിട്ടും വി ആർ പ്രൊവൈഡിങ് ഇൻ ദിസ് വീഡിയോ. സോ നമ്മുടെ ഒരു ഡോക്യുമെന്റ് റോഡ് മാപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ സ്ട്രക്ചർ ചെയ്തേക്കുന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ നമുക്കുള്ളതാണ് സിലബസ് മാപ്പിംഗ്. അപ്പൊ നമുക്ക് നല്ലവണ്ണം വരെ നമ്മുടെ പേപ്പേഴ്സിനെ ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫർദർ ദീസ് ബ്ലോക്സ് ആർ ഡിവൈഡഡ് ഇൻ ടു യൂണിറ്റ്സ്. സോ ഫസ്റ്റ് വി ഹാവ് എ സിലബസ് മാപ്പിംഗ്. സോ ബ്ലോക്ക് വൈസ് മാപ്പ് ഓഫ് യൂണിറ്റ്സ് ആൻഡ് സബ് ടോപ്പിക്സ് ഹൈലൈറ്റിംഗ് ഹിസ്റ്ററിക്കലി ഹൈൽഡ് ഏരിയാസ് ആൻഡ് ഹൗ കോൺസെപ്റ്റ്സ് കണക്ട്. പിന്നെ രണ്ടാമത് വരുന്നതാണ് എക്സാം പാറ്റേൺ അനാലിസിസ്. അതായത് നമ്മളുടെ എക്സാംസിന് സാധാരണ രീതിയിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് ചോദിക്കുന്നത്, വാട്ട് ആർ ദ കമ്പൽസറി കോമ്പണൻസ്, ആൻഡ് ഓൾസോ ഓരോ ക്വസ്റ്റ്യൻസുകളുടെയും വരുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് ഡിഫറെന്റ് സെക്ഷൻസുകളായിരിക്കും. നമ്മുടെ റീസെന്റ് സെഷൻസ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫോമാറ്റ്സുകളാണ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസുകളാണ്, എങ്ങനെയൊക്കെയാണ് വെയിറ്റേജ് വരുന്നതെന്നാണ് വി ആർ ഹാവിംഗ് ആ ഡിസ്കഷൻ. പിന്നെ വരുന്നതാണ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ. അതായത് ഓഫ്കോഴ്സ് നമുക്കറിയാം ഒരു എക്സാമിനേഷൻ നടക്കുമ്പോൾ ഓഫ്കോഴ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് പലതും വരാറുണ്ട്. സോ ഇവിടെ നമ്മൾ ഇതിനകത്ത് റീഅപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളെ ഓരോ ഗ്രൂപ്പ് വൈസ് നമ്മൾ കോൺസെപ്റ്റുകളായിട്ട് മാറ്റിയിട്ട് ആൻഡ് അതിനൊരു എക്സാമിനർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് ആൻഡ് അതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. പിന്നെ വരുന്നതാണ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻസ്. അതായത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെ ബ്ലോക്സിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്സുകളിൽ നിന്നാണ് ആൻഡ് ചോദിക്കുന്നതിന് പെർസെന്റേജിന്റെ ഒരു കണക്കും കൂടെ നമ്മൾ ഇവിടെ പറയുന്നത്. സോ ഫ്രീക്വൻസി ആൻഡ് റീസൻസി സ്കോറിംഗ്, ഗിവിംഗ് മോർ വെയിറ്റ് ടു റീസെന്റ് സെഷൻസ് ടു ഇൻഡിക്കേറ്റ് where additional revision time payoffs. ആൻഡ് ടുവേർഡ്സ് ദ ലാസ്റ്റ് നമുക്കൊരു മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ ഉണ്ടാകും. അത് നമ്മുടെ എക്സാക്ട് ഇഗ്നോർഡ് എക്സാമിന്റെ അതേ സ്ട്രക്ചറിലും ഔട്ട്ലൈനിലും വെച്ചിട്ട് വിൽ ബി പ്രിപ്പയറിംഗ് ആ ക്വസ്റ്റ്യൻ പേപ്പർ. ആ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷൻസും ഡീറ്റെയിൽഡ് ആൻസേഴ്സ് എല്ലാം ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ മെത്തഡോളജി നമ്മൾ എങ്ങനെയാണ് ഹൗ വി ഹാവ് പ്രിപ്പയർഡ് ദിസ് പർട്ടിക്കുലർ വീഡിയോ ആൻഡ് ദ PPT ഇസ് ദാറ്റ് നമ്മൾ മൾട്ടിപ്പിൾ ഇയേഴ്സിൽ നടന്നിട്ടുള്ള TE എക്സാംസ് പേപ്പേഴ്സിനെല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് ആൻഡ് വിൽ ബി ടാഗിങ് ഈച്ച് ക്വസ്റ്റ്യൻ ബൈ ബ്ലോക്ക്, ടോപ്പിക്, ഫോമാറ്റ് ആൻഡ് മാർക്സ്, ദെൻ അപ്ലൈഡ് റീസൻസി വെയിറ്റിംഗ് ടു റിഫ്ലക്ട് കറന്റ് എംഫസിസ്. അത് മാത്രമല്ല പ്രൊഡിക്ഷൻസ് ബൈ ക്രോസ് ചെക്ക് അഗൈൻസ്റ്റ് സിലബസ് ആർക്കിടെക്ചർ ടു എൻഷുർ കവറേജ് റിമെയിൻസ് ബാലൻസ്ഡ് ആൻഡ് അക്കാഡമിക്കലി സൗണ്ട്. സോ ഈ ഒരു ഗൈഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സ്റ്റഡി വെൽ ഫോർ എക്സാം വിത്ത് മോർ പ്രിസിഷൻ ആൻഡ് യു ക്യാൻ സ്കോർ ബെറ്റർ ഇൻ യുവർ എക്സാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് ഡിവിഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ബ്ലോക്ക് ആണ് ബ്ലോക്ക് 1. അതിനുശേഷം നമുക്ക് വന്നതാണ് ബ്ലോക്ക് 6ഉം ബ്ലോക്ക് 3ഉം. ദെൻ വി ഹാവ് ബ്ലോക്ക് 9. അതിനുശേഷം വി ഹാവ് ബ്ലോക്ക് 5, ബ്ലോക്ക് 7, പിന്നെ ബ്ലോക്ക് 8ഉം ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻസ് വരെ നമുക്ക് ബ്ലോക്ക് 4ഉം ബ്ലോക്ക് 2ഉമാണ്.
ഇനി നമുക്ക് ഓരോ ബ്ലോക്സിലെയും യൂണിറ്റ് വൈസ് തിരിച്ചിട്ട് അതിൽ നിന്ന് ടോപ്പിക് വൈസ് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് എത്ര തവണയാണ് ആ പെർട്ടിക്കുലർ ബ്ലോക്കിലെ യൂണിറ്റിലെ ടോപ്പിക് എന്ന് ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് നോക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ബ്ലോക്ക് നമ്പർ 1. സോ ബ്ലോക്ക് 1 യൂണിറ്റ് 1 നേച്ചർ ഓഫ് ലാംഗ്വേജിൽ നിന്ന് 3 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതേസമയം യൂണിറ്റ് 2 ലുക്കിംഗ് അറ്റ് ഡേറ്റാസ് ഷോർട്ട് സ്ട്രക്ചറലിസം 3 ടൈംസ് ആണ് അവിടെയും അപ്പിയറൻസ് ആയിട്ടുള്ളത്. അതേസമയം യൂണിറ്റ് 3 ലുക്കിംഗ് അറ്റ് ഡേറ്റ നമ്പർ 2 ജനറേറ്റീവ് ഗ്രാമറിൽ നിന്ന് ഒരു തവണയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 4 ലാംഗ്വേജ് ആൻഡ് തോട്ടിൽ നിന്ന് 3 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ബ്ലോക്ക് 2 എടുക്കുകയാണെങ്കിൽ യൂണിറ്റ് 1 ആണ് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ഇൻട്രൊഡക്ഷൻ. അതിൽ ചോദ്യങ്ങളൊന്നും തന്നെയും വന്നിട്ടില്ല. പിന്നെ നമ്മൾ ബ്ലോക്ക് 2 എടുക്കുകയാണെങ്കിൽ യൂണിറ്റ് 2 ചേഞ്ചസ് ഇൻ സൗണ്ട്സ് ആൻഡ് സ്പെല്ലിങ്ങിലും ചേഞ്ചസ് ഇൻ വൊക്കാബുലറിയും ചേഞ്ചസ് ഇൻ ഗ്രാമർ എന്ന് പറഞ്ഞ യൂണിറ്റ് 2, 3 and 4 റെസ്പെക്റ്റീവ്ലി ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെയും വന്നിട്ടില്ല. അതേസമയം നമ്മൾ ബ്ലോക്ക് 3 യൂണിറ്റ് 1 സ്പീച്ച് മെക്കാനിസം ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടില്ല. ആൻഡ് ഓൾസോ ബ്ലോക്ക് 3 യൂണിറ്റ് 4 ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. പിന്നെ നമ്മളെ ബ്ലോക്ക് 3 യൂണിറ്റ് 2 ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺസണന്റ് വവൽസ് 4 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതേസമയം ബ്ലോക്ക് 3 യൂണിറ്റ് 3 ഫെനറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ ഫൊണോളജിയും ബ്ലോക്ക് 3 യൂണിറ്റ് 5 ദ വവൽസ് ഓഫ് ഇംഗ്ലീഷ് ആർപിയും തമ്മിൽ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് വീതമാണ് ഈ പറഞ്ഞ യൂണിറ്റ്സിൽ നിന്ന് വന്നിട്ടുള്ളത്. നമ്മൾ ബ്ലോക്ക് 3 യൂണിറ്റ് 6 വേർഡ് ആക്സന്റ് സ്ട്രെസ് റിതം 2 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആൻഡ് ബ്ലോക്ക് 3 യൂണിറ്റ് നമ്പർ 7 ഇന്റർനേഷൻ 1 തവണയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതേസമയം നമ്മൾ ബ്ലോക്ക് 4 എടുക്കുകയാണെങ്കിൽ യൂണിറ്റ് 1 സ്റ്റഡി ഓഫ് വേർഡ്സ് 1 തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആൻഡ് യൂണിറ്റ് 2 വേർഡ് ഫോർമേഷൻ 1 ഇൻഫ്ലക്ഷൻ 2 തവണ ക്വസ്റ്റ്യൻസ് അപ്പിയർ ആയിട്ടുണ്ട്. അതേസമയം ബ്ലോക്ക് 4 യൂണിറ്റ് 3 ആൻഡ് യൂണിറ്റ് 4 വേർഡ് ഫോർമേഷൻ സെക്കൻഡ് ഡിറൈവേഷൻ കോമ്പൗണ്ടിങ്ങും വേർഡ് ഫോർമേഷൻ 3 കോയിനിങ് ആൻഡ് മീനിങ് ചേഞ്ചിനും ഒറ്റ തവണയായിട്ടാണ് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ളത്. അതേസമയം നമ്മൾ ബ്ലോക്ക് 5 നീങ്ങുകയാണെങ്കിൽ യൂണിറ്റ് 1 കോൺസ്റ്റുവൻസ് ആൻഡ് ഫ്രേസ് സ്ട്രക്ചർ എന്ന് 2 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേസമയം ബ്ലോക്ക് 5 യൂണിറ്റ് 2 and 3 ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ക്ലോസസ് ആൻഡ് സെന്റൻസസും ഗ്രമാറ്റിക്കൽ ഫംഗ്ഷൻസ് കേസ് ആൻഡ് തീമാറ്റിക് റോൾസ് എന്ന് 1 തവണ വീതമാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ബ്ലോക്ക് 5 യൂണിറ്റ് 4, 5 6 നമ്മൾ നോക്കുകയാണെങ്കിൽ ടെൻസ് ആൻഡ് അഗ്രിമെന്റ്, പ്രൊനൗൺസ്, റിഫ്ലെക്സീവ്സ് ആൻഡ് ബൗണ്ട് എലമെന്റ്സ്, സ്കോപ്പ്, ആഡ്വർബ്സ്, ക്വാണ്ടിഫയേഴ്സ് ആൻഡ് നെഗേഷൻ 1 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 6 നമ്മൾ നീങ്ങുകയാണെങ്കിൽ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് ഒറ്റ തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതേസമയം യൂണിറ്റ് 2 സ്പീച്ച് കമ്മ്യൂണിറ്റി മൾട്ടിലിംഗ്വലിസം 4 തവണയും, യൂണിറ്റ് 3 ബൈലിംഗ്വലിസം 2 തവണയും, ആൻഡ് യൂണിറ്റ് 4 ലാംഗ്വേജ് സ്റ്റാൻഡർഡൈസേഷൻ 2 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ആയിട്ടുള്ളത്. Let's get into block number 7. അതിൽ യൂണിറ്റ് നമ്പർ 1 ആണ് മൾട്ടിലിംഗ്വൽ യൂസ് ഓഫ് കോഡ്സ് മിക്സിംഗ് ഓർ സ്വിച്ചിങ് 1 ടൈം ആണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ആയിട്ടുള്ളത്. ആൻഡ് യൂണിറ്റ് 2 ഇസ് ലാംഗ്വേജ് പ്ലാനിംഗ് 4 ടൈംസ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ആയിട്ടുണ്ട്. ആൻഡ് ബ്ലോക്ക് 7 യൂണിറ്റ് നമ്പർ 3 കോൺവെർസേഷണൽ അനാലിസിസ് 1 ടൈം ആണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ആയിട്ടുള്ളത്. അതേസമയം ബ്ലോക്ക് 7 യൂണിറ്റ് 4 and 5 ലേണർ ഫാക്ടേഴ്സ് ഇൻ SLA 1 and 2 നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് പോലും വന്നിട്ടില്ല. സോ ലെറ്റ്സ് ഗെറ്റ് ടു ബ്ലോക്ക് നമ്പർ 8. അതിൽ യൂണിറ്റ് 1 and 2 ടോപ്പിക്സുകൾ ആയിട്ടുള്ള വേരിയേഷൻ, വെറൈറ്റീസും കൺസോളിഡേഷൻ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഇംഗ്ലീഷ് 1 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതേസമയം നമ്മൾ ബ്ലോക്ക് 8 യൂണിറ്റ് 3 ആയിട്ടുള്ള സ്പീഡ് ആൻഡ് റൈസ് ഓഫ് ഇംഗ്ലീഷിനകത്ത് 2 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആൻഡ് യൂണിറ്റ് നമ്പർ 4 ഇന്ത്യൻ ഇംഗ്ലീഷ് 1 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ബ്ലോക്ക് നമ്പർ 9 പോവുകയാണെങ്കിൽ യൂണിറ്റ് നമ്പർ 1 ടോപ്പിക് ആയിട്ടുള്ള ലാംഗ്വേജ് ഓഫ് വേരിയേഷൻ ആൻഡ് കോണ്ടെക്സ്റ്റ് ഓഫ് സിറ്റുവേഷൻ 1 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ആൻഡ് ബ്ലോക്ക് 9 യൂണിറ്റ് നമ്പർ 2 ലിംഗ്വിസ്റ്റിക് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് സ്റ്റഡിസിസം 4 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതേസമയം ബ്ലോക്ക് 9 യൂണിറ്റ് 3, 4 and 5 സ്റ്റൈൽ ആൻഡ് കോണ്ടന്റ് അനലൈസിംഗ് ടെക്സ്റ്റ് പാർട്ട് 1, ടെക്സ്റ്റ് പാർട്ട് 2 ഒരു തവണ വീതമാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ആൻഡ് ബ്ലോക്ക് നമ്പർ 9 യൂണിറ്റ് 6 അനലൈസിംഗ് ടെക്സ്റ്റ് 3 ഒരു തവണ പോലും ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. സോ അപ്പൊ നമുക്ക് 10 തവണ കൂടുതൽ ക്വസ്റ്റ്യൻസ് അപ്പിയർ ആയിട്ട് നമുക്ക് ഒരു ഹൈ കാറ്റഗറി എന്നും, ഒരു 5 to 9 ആണെങ്കിൽ നമുക്കൊരു മീഡിയം ലെവൽ കാറ്റഗറി എന്നും, ആൻഡ് ലെസ് ദാൻ 5 ആണെങ്കിൽ ലോ ലെവൽ കാറ്റഗറി എന്ന് പറഞ്ഞ് നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാം. അപ്പൊ നമുക്കിനി ടോപ്പിക്സുകളെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ലെവൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ടോപ്പ് 3 ഹൈ ടോപ്പിക്സിനകത്ത് വരുമ്പം വി ഹാവ് ബ്ലോക്ക് 7 യൂണിറ്റ് നമ്പർ 2 ആയിട്ടുള്ള ലാംഗ്വേജ് പ്ലാനിങ്, പിന്നെ ബ്ലോക്ക് 6 യൂണിറ്റ് നമ്പർ 2 സ്പീച്ച് കമ്മ്യൂണിറ്റി ആൻഡ് മൾട്ടിലിംഗ്വലിസം, ബ്ലോക്ക് 9 യൂണിറ്റ് 2 ആയിട്ടുള്ള ലിംഗ്വിസ്റ്റിക്സ് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. മിക്കപ്പോഴും നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളായിട്ടും ഷോർട്ട് നോട്ട്സുകളായിട്ടും ഈ പറഞ്ഞ ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സുകളാണ് ബ്ലോക്ക് 3 യൂണിറ്റ് 2 ഡിസ്ക്രിപ്ഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺസണൻസ് ആൻഡ് വവൽസും, ബ്ലോക്ക് 4 യൂണിറ്റ് 2 to 3 വേർഡ് ഫോർമേഷൻ, ഇൻഫ്ലക്ഷൻ ഓർ ഡെറിവേഷനും, ബ്ലോക്ക് 5 യൂണിറ്റ് 1 ആയിട്ടുള്ള കോൺസ്റ്റുവൻസ് ആൻഡ് ഫ്രേസ് സ്ട്രക്ചറും നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് ഇമ്പോർട്ടന്റ് ഏരിയാസ് ആണ്. ഇതിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിന്റെ മാപ്സുകളും ഡയഗ്രാംസും ലിസ്റ്റും എക്സാമ്പിൾസ് എല്ലാം കൃത്യമായിട്ട് യു ഹാവ് ടു നോട്ട് ആൻഡ് പ്രിപ്പയർ.
ഇനി നമുക്കിനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ എങ്ങനെയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. നമുക്ക് ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒരു ആർഗ്യുമെന്റ് ബേസ് അല്ലെങ്കിൽ ഒരു ഇലസ്ട്രേഷൻ ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും വരിക. ഏകദേശം ഒരു 16 to 20 മാർക്സ് ആണ് വെയിറ്റേജ് ഉള്ളത്. ആൻഡ് വേർഡ് കൗണ്ട് എന്ന് പറയാം 300 to 400 വേർഡ്സ് ആയിരിക്കണം. ആൻഡ് മോസ്റ്റ് ഓഫ് നമുക്ക് തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസുകളാകും. അതിനെല്ലാം നമ്മൾ എക്സാമ്പിൾസ് വെച്ചിട്ട് ആപ്ലിക്കേഷൻ ലെവലിൽ വേണം യു ഹാവ് ടു റൈറ്റ്. ഇനി അടുത്ത് വരുന്ന ഒരു കാറ്റഗറിയാണ് ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ മിനി എസ് എന്ന് പറയാം. അവിടെ നമ്മളുടെ ഒരു മാർക്കിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 8 to 12 മാർക്സുകളാണ്. നമ്മൾ എഴുതേണ്ട വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 150 to 220 വേർഡ്സുകളാണ്. സോ മോസ്റ്റ് ഓഫൺ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റുകളായിട്ടും നമുക്ക് എക്സാമ്പിൾ വെച്ചും ജസ്റ്റിഫൈ ചെയ്യേണ്ടി വരും. പിന്നെ വരുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഡേറ്റാബേസ് അനാലിസിസ്. ഇവിടെ നമുക്ക് ഫൊണറ്റിക്സിൽ നിന്നും ട്രീസും സ്റ്റാറ്റിസ്റ്റിക്കും നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് നമ്മുടെ മാർക്സിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 8 to 12 മാർക്സുകളാണ്. സോ വർക്ക് സ്റ്റെപ്സുകൾ വേണം, ഡയഗ്രാംസ് വേണം. ആൻഡ് നമുക്ക് ഒരു 80 to 120 വേർഡ് കോമന്ററി നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ വരുന്ന നെക്സ്റ്റ് ടൈപ്പിനകത്താണ് ഡെഫിനിഷൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഡിസ്റ്റിങ്ഷൻസ്, ബ്രീഫ് എക്സ്പ്ലനേഷൻസ് എല്ലാം ഒരു 4 to 6 മാർക്സിനകത്തായിരിക്കും. അതിന്റെ ഒരു വേർഡ് കൗണ്ട് എന്ന് പറയാം 50 to 100 ആണ് വേർഡ് കൗണ്ട് എന്ന് പറയാം. നമ്മൾ ടേംസുകൾ എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം യു ഹാവ് ടു പ്രൊവൈഡ് ഒരു 1 അല്ലെങ്കിൽ 2 എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ചിലപ്പോൾ നമുക്കൊരു പാസേജ് ബേസ്ഡ് ടെക്സ്റ്റ് അനാലിസിസ് ക്വസ്റ്റൻസുകൾ ഉണ്ടാകും. അത് നമുക്ക് ഒരു 8 to 10 മാർക്സ് ആണ് ഉണ്ടാവുക. സോ നമ്മൾ ആ ഫീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക, പിന്നെ നമ്മളത് ഇന്റർപ്രറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഡ്രോ ആൻഡ് ലേബിൾ കണക്ക് ഒരു ബവൽ ചാർട്ടുകളോ ട്രീ ഡയഗ്രാംസ് ഒക്കെ ഉണ്ടാകും. അതിനൊരു മാർക്ക് എന്ന് പറഞ്ഞാൽ 6 to 8 മാർക്സുകളാണ്. പിന്നെ ലാസ്റ്റ് നമുക്ക് അങ്ങനെ നോർമലി കണ്ടിട്ടില്ല നമ്മുടെ MCQ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റൻസ്. ഇനി നമുക്ക് ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ലോങ് എസ്സേ എന്ന് പറഞ്ഞാൽ നമുക്ക് മോസ്റ്റ് ഓഫ് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന്റെ തിയറട്ടിക്കൽ ഫ്രെയിം വർക്ക്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിനകത്ത് നമ്മൾ എക്സാമ്പിൾസ് കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. സോ മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു 16 to 20 മാർക്സ് ആയിരിക്കും. വേർഡ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 300 to 400 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വേർഡ് കൗണ്ട് എന്ന് പറയാം. സോ വളരെ ക്ലിയർ ആയിട്ട് പോയിന്റ്സുകൾ എഴുതുക, അതിനുള്ള എവിഡൻസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് നമ്മൾ കറക്റ്റ് ആ പ്രോംപ്റ്റ് വെച്ചിട്ട് എല്ലാത്തിനും ലിങ്ക് ചെയ്തിട്ട് വേണം യു ഹാവ് ടു ഫ്രെയിം ദി ആൻസേഴ്സ്. ഇനി നമ്മൾ ഷോർട്ട് നോട്ടുകൾ അല്ലെങ്കിൽ മിനി എസ്സേ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ സോ ഇവിടെ നമ്മൾ ഡെഫിനിഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അതിനുശേഷം യു ഹാവ് ടു പ്രൊവൈഡ് ഡിസ്കഷൻ ഓഫ് വൺ ഫോക്കസ്ഡ് ഐഡിയ, ദാറ്റ് ഇസ് കോഡ് സ്വിച്ചിങ് അല്ലെങ്കിൽ ഇപ്പം കോഡ് മിക്സിംഗ് ചോദിക്കുകയാണ്, രണ്ടിനെ കുറിച്ച് എഴുതുക, എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യുക. സോ യൂഷ്വലി 8 to 12 മാർക്സ് ആണ് ക്യാരി ചെയ്യുന്നത്. വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 150 to 220 വേർഡ്സ് ആണ്. വളരെ ക്രിസ്പായി ഡിഫൈൻ ചെയ്യുക, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, എക്സാമ്പിൾസ് മാക്സിമം നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇനി ഡേറ്റ ബേസ്ഡ് അനാലിസിസ് വരികയാണെങ്കിൽ ദാറ്റ് ഇസ് ദി പ്രൊസീജിയറൽ നോളജ് ആണ്. ഫോർ എക്സാമ്പിൾ ക്വസ്റ്റൻസ് വരിക നോർമലി IPA ട്രാൻസ്ക്രിപ്ഷൻ, സ്ട്രെസ് ഓർ ഇന്റർനേഷൻ മാർക്കിംഗ്, ഫേസ് സ്ട്രക്ചർ, സ്റ്റാറ്റിസ്റ്റിക് ഫീച്ചേഴ്സ്. ഇപ്പൊ ടിപ്പിക്കലി 8 to 12 മാർക്സ് ആണ് ഉണ്ടാവുക. സോ സ്റ്റെപ്പ് വൈസ് ക്ലിയർ ആയിട്ട് നമ്മൾ ആൻസേഴ്സ് എല്ലാം തന്നെയും എഴുതുക, ആൻഡ് അസംഷൻസും കാര്യങ്ങളും എഴുതുക. ആൻഡ് ഓൾസോ ബ്രീഫ് കറക്റ്റ്നെസ് ചെക്ക് ടു മാക്സിമൈസ് ദി പാർഷ്യൽ ക്രെഡിറ്റ്. പിന്നെ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ ബേസ്ഡ് ക്വസ്റ്റൻസിനകത്ത് ഒരു പ്രാക്ടീസ് മോഡൽ ഒരു പ്രിസിഷൻ വളരെ പ്രിസൈസ് ആയിട്ടും നമ്മൾ കൺസിയസ് ആയിട്ടും ആൻസേഴ്സ് ഫ്രെയിം ചെയ്യുക. ഒരു 4 to 6 മാർക്കാണ് വെയിറ്റേജ് വരിക. സോ നമുക്ക് ടൈറ്റ് ഡെഫിനിഷൻസ് ആദ്യം പ്രൊവൈഡ് ചെയ്യുക, പിന്നെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് പോലെ ചെയ്യുക, പിന്നെ ഓരോത്തിനകത്ത് നമ്മൾ എക്സാമ്പിൾ വെച്ച് പ്രൊവൈഡ് ചെയ്യുക. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. 36ഓളം കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നമ്മൾക്കിവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയാനും മനസ്സിലാക്കാനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമ്മൾ ഓരോ ബ്ലോക്കുകൾ നമ്മൾ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു മാർക്സിന്റെ ഒരു നോക്കാം. സോ നമുക്ക് ബ്ലോക്ക് 1 എടുക്കാൻ ഓൾമോസ്റ്റ് 16, 15, 14 ആണ് ആവറേജ് മാർക്സ് വരിക. സോ ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് 14.8% ആണ്. ബ്ലോക്ക് 2 അങ്ങനെ ക്വസ്റ്റൻസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ ബ്ലോക്ക് 3 എടുക്കുകയാണെങ്കിൽ 14, 13 ആണ് ആവറേജ് വരുന്ന മാർക്സുകൾ. സോ ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് 13.4% ആണ്. ബ്ലോക്ക് 4 കോൺസ്റ്റന്റ്ലി 9 തന്നെയാണ് ആവറേജ് മാർക്സ് നമുക്ക് വരും. സോ ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് 9% തന്നെയാണ്. അപ്പം ബ്ലോക്ക് 5 നമുക്ക് 11 തന്നെയാണ്, ആൻഡ് 11% ആണ് ടോട്ടൽ ഷെയർ. ആൻഡ് ബ്ലോക്ക് 6 നമുക്ക് 14%, ബ്ലോക്ക് 7 നമുക്ക് 10%, ബ്ലോക്ക് 8 നമുക്ക് 9%, ആൻഡ് ബ്ലോക്ക് 9 നമുക്കൊരു 17, 18, 19, 20 എന്നുള്ളതാണ് ഒരു മാർക്കിന്റെ റേഞ്ച് വരിക. സോ ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് 18.8% ആണ് ടോട്ടൽ ഷെയർ എന്ന് പറയാം.
ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു എക്സാമിനേഷൻ ട്രെൻഡിനകത്ത് ഓരോ ബ്ലോക്ക് വൈസ് ആ സെഷൻസിനകത്തുള്ള ഒരു മാർക്കിന്റെ വേരിയേഷൻസ് ആണ് കാണിക്കുന്നത്. സോ ഇപ്പൊ നമ്മൾ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻസുകൾ വരികയാണെങ്കിൽ നോർമലി നമുക്ക് ഇപ്പം ഒരു ട്രെൻഡ്സ് മാറുന്നതനുസരിച്ച് ഷോർട്ട് ആൻസർ ക്വസ്റ്റൻസ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ ഡേറ്റാബേസ് അനാലിസിസ് സ്റ്റെബിലൈസ് 20%, പിന്നെ ഒരു 24 ശേഷം പിന്നെയും കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ബ്ലോക്കുകൾ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിക്കുക. സോ 1ഉം 3ഉം 6ഉം 9ഉം ഉറപ്പായിട്ടും കൃത്യമായിട്ട് പഠിക്കുക. കാരണം ഏറ്റവും അധികം മാർക്കുകൾ നമുക്ക് വരുന്ന ബ്ലോക്സുകളാണ് ബ്ലോക്ക് 1, 3, 6ഉം 9ഉം. അപ്പൊ നമുക്കൊരു ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 180 minutes ആണ്. 3 hours നമ്മൾ ടോട്ടൽ എക്സാം എന്ന് പറയാം. 100 marks ആണ് നമുക്കുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിന് കറക്റ്റ് ടൈമുകൾ വെച്ച് അലോക്കേറ്റ് ചെയ്ത് എക്സാമിന് നമുക്ക് എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമുക്ക് അറിയാം ലോങ് എസ്സേസ് ഏകദേശം നമുക്കൊരു 45 to 47% ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ അപ്പൊ നമുക്ക് അതിനൊരു 82 to 85 minutes നമുക്ക് ഡിവോട്ട് ചെയ്യണം. 2 ലോങ് ആൻസേഴ്സ് ആണല്ലോ ഉള്ളത്. പിന്നെ ഷോർട്ട് ആൻസേഴ്സ് ഷോർട്ട് നോട്ട്സുകൾ വരികയാണെങ്കിൽ നമുക്കൊരു 30 to 31% ആണ് അവിടെ വെയിറ്റേജ് ക്യാരി ചെയ്ത് പോകുന്നത്. സോ ഒരു 54 to 56 minutes നമുക്ക് ഡിവോട്ട് ചെയ്യാം. കാരണം 3 to 4 ഫോക്കസ് റെസ്പോൺസസ് ഉണ്ട്. അതേസമയം നമ്മൾ ഡേറ്റാബേസ് അനാലിസിസ് ആണെങ്കിൽ അവിടെ നമ്മൾ 18 to 19% ആണ് ഉണ്ടാവുക. സോ ഒരു ടൈം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു 32 to 34 minutes നമ്മൾ ഡിവോട്ട് ചെയ്യുക. പിന്നെ ഡെഫിനിഷൻ ബേസ്ഡ് ക്വസ്റ്റൻസുകൾക്ക് 6% ആണ് നമുക്ക് നോർമലി വെയിറ്റേജ് വരുന്നത്. സോ അവിടെ നമ്മൾ 10 to 11 minutes അവിടെ നമ്മൾ ഡിവോട്ട് ചെയ്ത് നമ്മൾ മാറ്റുക. ആൻഡ് ഓൾസോ യു ഹാവ് ടു കീപ്പ് ഒരു 5 to 8 minutes നമ്മൾ ഒന്ന് റിസർവ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഏതൊക്കെ കറക്റ്റ് ആണെന്ന് ക്രോസ് ചെക്ക് ചെയ്യാനും വെരിഫൈ ചെയ്യാനും ടൈം ഡിവോട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ നമുക്ക് ഏതൊരു എക്സാം എഴുതുമ്പോഴും നമുക്കറിയാം റിപ്പീറ്റ് ചെയ്ത് പല പല ക്വസ്റ്റ്യൻസുകളും വരാറുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഏതൊക്കെ ക്വസ്റ്റ്യൻസുകളാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്, നമ്മൾ എത്ര തവണയാണ് ഏത് ബ്ലോക്കും യൂണിറ്റും ആണ് നമുക്ക് നോക്കാം. സോ നമ്മളിവിടെ 10 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം അത് ഏതൊക്കെ ക്വസ്റ്റ്യൻസുകളാണെന്നുള്ളത്. ഓക്കെ, ലെറ്റ്സ് സീ. അപ്പൊ അതിനകത്ത് നമുക്ക് 9 തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ കോഡ് സ്വിച്ചിങ് ആൻഡ് കോഡ് മിക്സിംഗ് വിത്ത് ബ്രീഫ് ഇലസ്ട്രേഷൻസ് ഫ്രം ആൻ ഇന്ത്യൻ മൾട്ടിലിംഗ്വൽ കോണ്ടെക്സ്റ്റ്. പിന്നെ അത് നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് പിന്നെ ബ്ലോക്ക് വൈസ് ആയിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഇതിനകത്ത് വീണ്ടും പറയുന്നുണ്ട്. നമുക്ക് ഒന്നും കൂടി ബാക്കിലോട്ട് പോകാം. സോ അത് 9 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി 8 തവണ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ എയിംസ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ലാംഗ്വേജ് പ്ലാനിങ് ഇവാലുവേറ്റ് 1 ഇന്ത്യൻ കേസ്. പിന്നെ 7 തവണ ചോദിച്ച 2 ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. അതിൽ ഒന്നാണ് ഡിസ്ക്രൈബ് ആൻഡ് ക്ലാസിഫൈ ഇംഗ്ലീഷ് കോൺസണൻസ് ഇലസ്ട്രേറ്റ് വിത്ത് കോമ്പാക്ട് ചാർട്ടും ഔട്ട്ലൈൻ ദ വവൽ സിസ്റ്റം RP ഓർ ഇന്ത്യൻ ഇംഗ്ലീഷ് കമ്പാരിസൺ കമന്റ് ഓൺ ടെൻസ് ലാഗ്സ് ആൻഡ് ലെങ്ത്. പിന്നെ 6 തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ സ്പീച്ച് കമ്മ്യൂണിറ്റി ആൻഡ് മൾട്ടി ലിംഗ്വലിസം വിത്ത് എക്സാമ്പിൾസും. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ 6 ടൈംസ് ചോദിച്ചതാണ് ഡ്രോ എ ഫ്രേസ് സ്ട്രക്ചർ ട്രീ ഫോർ എ ഗിവൺ സെന്റൻസ് ആൻഡ് ജസ്റ്റിഫൈ മേജർ അറ്റാച്ച്മെന്റ്സും. 5 തവണ ചോദിച്ച 2 ക്വസ്റ്റ്യൻ ആണ് ഡിസ്റ്റിംഗ്വിഷ് ലാംഗ്വേജ് വേഴ്സസ് പെറോൾ, ദാറ്റ് ഇസ് കോമ്പീറ്റൻസ് വേഴ്സസ് പെർഫോമൻസ് ആണ്. ഇത് ലാംഗ് വേഴ്സസ് പെറോൾ ആണ്. ആൻഡ് ഡിസ്കസ് ഇംപ്ലിക്കേഷൻസ്. പിന്നെ 5 തവണ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് അക്കൗണ്ട് ഫോർ വേർഡ് ഫോർമേഷൻ പ്രോസസ്സസ്, ഡെറിവേഷൻ ആൻഡ് കോമ്പൗണ്ടിങ് ആണ്. ആൻഡ് ഓൾസോ കൺവേർഷൻ. അത് 5 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ 4 തവണ ചോദിച്ച 2 ക്വസ്റ്റ്യൻസുകളാണ് മാർക്ക് പ്രൈമറി സ്ട്രെസ് ആൻഡ് ഇൻറ്റനേഷൻ on an utterance, say the discourse function, then offer a brief stylistic analysis of a prose or poetry excerpt highlighting foregrounding devices. ഇനി നമുക്ക് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് തിരിച്ച് ഓരോ ക്വസ്റ്റ്യൻസ് എത്ര തവണയാണ് വന്നിട്ടുള്ളതെന്നും അതിന്റെ ആവറേജ് മാർക്സും നോക്കാം. അപ്പൊ നമ്മൾ കോഡ് സ്വിച്ചിങ് വേഴ്സസ് കോഡ് മിക്സിംഗ് എന്ന് പറയുന്ന ബ്ലോക്ക് 7 യൂണിറ്റ് 1 ആണ്. 9 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ആയിട്ടുള്ളത്. ആവറേജ് മാർക്സ് വരുന്ന 10 ആണ്. പിന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ലാംഗ്വേജ് പ്ലാനിംഗ് എയിംസ് ഇൻസ്ട്രുമെന്റ്സ് കേസ്. ബ്ലോക്ക് 7 യൂണിറ്റ് 2 ആണ്. അപ്പിയറൻസ് 8 തവണയാണ്. ആവറേജ് മാർക്സ് 16 ആണ്. പിന്നെ ഡിസ്ക്രൈബ് ഓർ ക്ലാസിഫൈ ഇംഗ്ലീഷ് കോൺസണൻസ് ബ്ലോക്ക് 3 യൂണിറ്റ് 2 ആണ്. അപ്പിയറൻസ് 7 ആണ്. ആവറേജ് മാർക്സ് 10 ആണ്. പിന്നെ വവൽ സിസ്റ്റം ടെൻസ് ഓർ ലാക്സ് ആൻഡ് ലെങ്ത് റിമാർക്സ് ബ്ലോക്ക് 3 യൂണിറ്റ് 5 ആണ്. അപ്പിയറൻസ് 7 ടൈംസ് ആണ്. ആവറേജ് മാർക്സ് 10 ആണ്. സ്പീച്ച് കമ്മ്യൂണിറ്റി ആൻഡ് മൾട്ടിലിംഗ്വൽസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ബ്ലോക്ക് 6 യൂണിറ്റ് 2 ആണ്. 6 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് 8 ആണ്. പിന്നെ നെക്സ്റ്റ് വൺ ആണ് ഫ്രേസ് സ്ട്രക്ചർ ട്രീ വിത്ത് ജസ്റ്റിഫിക്കേഷൻ ബ്ലോക്ക് 5 യൂണിറ്റ് 1 ആണ്. 6 തവണയാണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ. വിച്ച് ഇസ് അഗൈൻ 10 മാർക്സ് ആണ് ആവറേജ്. ലാംഗ്വേജ് വേഴ്സസ് പെറോൾ കമ്പീറ്റൻസ് വേഴ്സസ് പെർഫോമൻസ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 5 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ട് ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് 8 ആണ്. വേർഡ് ഫോർമേഷൻ പ്രോസസ്സസ് ആൻഡ് ഗിവൺ ടൈംസ് ബ്ലോക്ക് 4 യൂണിറ്റ് 3 ആണ്. 5 തവണ ക്വസ്റ്റ്യൻസ് അപ്പിയർ ആയിട്ടുള്ളത്. ആൻഡ് ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് 8 ആണ്. സ്ട്രെസ് ആൻഡ് ഇന്റനേഷൻ മാർക്കിംഗ് പ്ലസ് ഫംഗ്ഷൻ ബ്ലോക്ക് 3 യൂണിറ്റ് നമ്പർ 7 ആണ്. 4 തവണയാണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ആയിട്ടുള്ളത്. ആൻഡ് ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് 8 ആണ്. നെക്സ്റ്റ് ടോപ്പിക് സ്റ്റൈലിസ്റ്റിക് അനാലിസിസ് ഓഫ് എ ഷോർട്ട് എക്സ്ട്രാക്ട്. അത് ബ്ലോക്ക് 9 യൂണിറ്റ് 2 ആണ്. 4 തവണയാണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ആയിട്ടുള്ളത്. സോ അതിന്റെ ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് 12 ആണ്.
സോ ഇപ്പൊ നമ്മൾ പൈ ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഏകദേശം 61%ഓളമാണ് ഉണ്ടാവുക. ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസുകൾ 39%ഉമാണ് ഉള്ളത്. പിന്നെ നമ്മൾ എങ്ങനെ കൃത്യമായിട്ട് ഒരു സ്ട്രാറ്റജി വെച്ച് നമുക്കത് പ്ലാൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടോപ്പ് 10 വരുന്ന ക്വസ്റ്റ്യൻസുകൾക്കും യു ഹാവ് ടു പ്രിപ്പയർ ഒരു 4 to 6 ലൈൻ ഒരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യുക. സോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ചെയ്ത് ചെയ്യാം. വിച്ച് മീൻസ് നമ്മൾ നല്ലവണ്ണം ഇതിനകത്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതി ഫലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ടൈം വെച്ച് നമ്മൾ നോട്ട് ചെയ്യുക. കാരണം 10 to 12 മാർക്ക് നോട്ട്സ് ഒരു 3 to 4 ടൈംസ് ഒരു മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുക. ആൻഡ് ഓൾസോ ഒരു 8 to 10 മിനിറ്റ് കൊണ്ട് നമ്മൾ എഴുതി തീർക്കുക. അതേസമയം ഒരു 16 to 20 മാർക്ക് വരുന്ന എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ ആണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഔട്ട്ലൈൻസ് കംപ്ലീറ്റ് ചെയ്യാം. ഒരു 12 to 15 മിനിറ്റ് കൊണ്ട് നമ്മൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് എഴുതി തീർക്കാം. സോ പ്രൊസീജിയറൽ ആക്യുറസി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർ ഫൊനറ്റിക്സ് ഓർ ട്രേസ് റിഹാസ് വർക്ക്ഡ് സ്റ്റെപ്സ് ആൻഡ് വൺ ലൈൻ കറക്റ്റ്നെസ് ചെക്ക് ടു സെക്യൂർ പാർഷ്യൽ ക്രെഡിറ്റ് കൺസിസ്റ്റന്റ്ലി. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു സെക്ഷൻ ആണ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ്. അപ്പൊ ഇവിടെ നമ്മൾ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് തിരിച്ചിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബിലിറ്റിയുടെ പെർസെന്റേജും അതിന് ഒരു കാറ്റഗറി ഹൈ ആണോ മിഡിൽ ആണോ ലോ ആണോ കൂടി നമ്മൾ പറയുന്നതായിരിക്കും. സോ അതിലെ ബ്ലോക്ക് 7 യൂണിറ്റ് 1 നമുക്ക് കോഡ് സ്വിച്ചിങ് വേഴ്സസ് കോഡ് മിക്സിംഗ് ഒരു 86% ആണ് പ്രോബിലിറ്റി. ആൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഹൈ തന്നെയാണ്. അതേസമയം നമ്മൾ ബ്ലോക്ക് 7 യൂണിറ്റ് 2ഉം ബ്ലോക്ക് 3 യൂണിറ്റ് 2ഉം ബ്ലോക്ക് 3 യൂണിറ്റ് 5 ആയിട്ടുള്ള ലാംഗ്വേജ് പ്ലാനിംഗ് എയിംസ് ഇൻസ്ട്രുമെന്റ്സ് കേസും ബ്ലോക്ക് 3 യൂണിറ്റ് 2 ഇംഗ്ലീഷ് കോൺസണൻസ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ക്ലാസിഫിക്കേഷനും ബ്ലോക്ക് 3 യൂണിറ്റ് 5 വവൽ സിസ്റ്റം RP ഓർ ഇന്ത്യൻ ഇംഗ്ലീഷ് കമ്പാരിസൺ 71% ആണ് പ്രോബിലിറ്റി ഉള്ളത്. സോ വിച്ച് ഇസ് അഗൈൻ ഒരു ഹൈ റെലവന്റ് കാറ്റഗറി ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. നമ്മൾ ബ്ലോക്ക് 6 യൂണിറ്റ് 2ലേക്ക് വരികയാണെങ്കിൽ അതിലെ ടോപ്പിക് ആയിട്ടുള്ള സ്പീച്ച് കമ്മ്യൂണിറ്റി ആൻഡ് മൾട്ടി ലിംഗ്വലിസം 57% ആണ് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബിലിറ്റി. സോ വിച്ച് മീൻസ് ഒരു മീഡിയം ലെവൽ റെലവൻസ് ആണ് ഇവിടെ നമുക്കുള്ളത്. ഇനി ബ്ലോക്ക് 5 യൂണിറ്റ് 1 ആയിട്ട് ടോപ്പിക് ആയിട്ടുള്ള ഫ്രേസ് സ്ട്രക്ചർ ട്രീസ് അനാലിസിസ് ആൻഡ് ജസ്റ്റിഫിക്കേഷൻ 57% ആണ് ചോദിക്കാൻ സാധ്യത പ്രോബിലിറ്റി. സോ വിച്ച് മീൻസ് ഒരു മീഡിയം ലെവൽ റെലവൻസ് ആണ് നമുക്ക് അവിടെ ഉള്ളത്. നമ്മൾ ബ്ലോക്ക് 4 യൂണിറ്റ് 3 ആയിട്ടുള്ള വേർഡ് ഫോർമേഷൻ പ്രോസസ്സസ് ഡെറിവേഷൻ ഓർ കോമ്പൗണ്ടിങ്ങും ബ്ലോക്ക് 1 യൂണിറ്റ് 1 ലാംഗ്വേജ് വേഴ്സസ് പെറോൾ കോമ്പീറ്റൻസ് വേഴ്സസ് പെർഫോമൻസും ബ്ലോക്ക് 3 യൂണിറ്റ് 7 ടോപ്പിക് ആയിട്ടുള്ള സ്ട്രെസ് ആൻഡ് ഇന്റർനേഷൻ മാർക്കിംഗ് വിത്ത് ഫംഗ്ഷനും ബ്ലോക്ക് 9 യൂണിറ്റ് 2 ടോപ്പിക് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക് അനാലിസിസ് ഓഫ് എ ഷോർട്ട് എക്സ്ട്രാക്ട് നമുക്ക് 43% ആണ് നമുക്കുള്ള പ്രോബിലിറ്റി. ആൻഡ് റെലവൻസ് എന്ന് പറയുന്ന മീഡിയം തന്നെയാണ്. ആൻഡ് ബ്ലോക്ക് 6 യൂണിറ്റ് 3 ആയിട്ടുള്ള ബയോലിംഗ്വലിസം ടൈപ്സ് ഓർ ഔട്ട്കംസ് 29% ആണ് പ്രോബിലിറ്റി. വിച്ച് മീൻസ് ലോ ലെവൽ ഓഫ് ഒരു റെലവൻസ് ആണ് അവിടെ നമുക്കുള്ളത്. പിന്നെ ബ്ലോക്ക് 6 യൂണിറ്റ് 4 ആയിട്ടുള്ള ലാംഗ്വേജ് സ്റ്റാൻഡർഡൈസേഷൻ ബ്ലോക്ക് 5 യൂണിറ്റ് 4 ടെൻസ് ആൻഡ് അഗ്രിമെന്റ് ഫിനോമിന ബ്ലോക്ക് 8 യൂണിറ്റ് 4 ഇന്ത്യൻ ഇംഗ്ലീഷ് സാലിയൻ ഫീച്ചേഴ്സും ബ്ലോക്ക് 4 യൂണിറ്റ് 2 ഇൻഫ്ലക്ഷൻ മോർഫോളജി നമുക്ക് 29% ആണ് ചോദിക്കാൻ സാധ്യത പ്രോബിലിറ്റി. വിച്ച് മീൻസ് ഒരു ലോ റെലവൻസ് ആണ് അവിടെ ഉള്ളത്. അതേസമയം നമ്മൾ ബ്ലോക്ക് 1 യൂണിറ്റ് 2 സ്ട്രക്ചറലിസം കീ കോൺസെപ്റ്റ്സ് ഫ്രം ഡേറ്റയും ബ്ലോക്ക് 1 യൂണിറ്റ് 3 ജനറേറ്റീവ് ഗ്രാമർ ബേസിക് ഡേറ്റ ടാസ്ക് 14% ആണ് നമ്മുടെ പ്രോബിലിറ്റി എന്ന് പറയാം. അതേസമയം നമ്മൾ ബ്ലോക്ക് 2 യൂണിറ്റ് 1 to 4 ഹിസ്റ്ററി ഓർ ചേഞ്ച് ഓഫ് ഇംഗ്ലീഷ് ഐറ്റംസിന് ഒരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ 0 to 14% ആണ് നമുക്ക് ചോദിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുക. സോ നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെല്ലാം നമ്മൾ ഹൈ അല്ലെങ്കിൽ ഒരു മീഡിയം ടോപ്പിക്സ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ മിക്കതിനകത്തും ഈ ഒരു മൾട്ടി ലിംഗ്വൽ കോഡ് യൂസ് നമുക്കൊരു 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇന്ത്യൻ പോളിസി ആപ്ലിക്കേഷൻ പ്രോംപ്റ്റ് ഒരു 5 out of 7 ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഓൾസോ നമുക്ക് പലപ്പോഴും നമുക്ക് ഇതിനകത്ത് ബ്രീഫ് നോട്ട്സുകളായിട്ടും ചാർട്ടുകളായിട്ടും ചോദിച്ചിട്ടുണ്ട്. മറ്റ് നമുക്ക് ഒരു 5 തവണ വന്നൊരു ക്വസ്റ്റൻ ആണ് RP വേഴ്സസ് ഇന്ത്യൻ ഇംഗ്ലീഷ് കമ്പാരിസൺ കോമൺ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ 7 പേപ്പേഴ്സും 4 തവണ ഷോർട്ട് നോട്ട് പെയറിംഗ് പോലെ ക്വസ്റ്റൻസുകൾ വന്നിട്ടുണ്ട്. പിന്നെ ക്ലിയർ ബ്രാക്കറ്റിംഗും ജസ്റ്റിഫിക്കേഷൻസും അവിടെ ഉണ്ട്. ആൻഡ് ഓൾസോ 3 out of 7 ആയിട്ട് നമുക്ക് ലിസ്റ്റുകളും എക്സാമ്പിൾസുകളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഇലസ്ട്രേഷൻസുകളാണെങ്കിലും ഡിസ്റ്റിങ്ഷൻസുകളെല്ലാം നമ്മൾ മേക്ക് ചെയ്യണം. സോ അങ്ങനെ നമുക്ക് വളരെയധികം കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻസുകളെയാണ് നമ്മുടെ ഹൈ അല്ലെങ്കിൽ മിഡ് ലെവൽ ടോപ്പിക്സ് ഒരു മീഡിയം ലെവൽ ടോപ്പിക്സുകളായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഏറ്റവും അധികം ട്രസ്റ്റ് കൊടുക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണ്. അപ്പൊ അതിലൊന്നാണ് നമ്മൾ ഹൈ പ്രയോറിറ്റി ഏരിയാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് നോക്കേണ്ട ഏരിയാസ് ആണ്. അപ്പൊ അതിലെ ടോപ്പിക്സുകളാണ് കോഡ് സ്വിച്ചിങ് അല്ലെങ്കിൽ മിക്സിങ്ങും ലാംഗ്വേജ് പ്ലാനിങ്ങും കോൺസണൻസും വവൽസും. സോ നമ്മൾ ഏകദേശം വളരെ കൃത്യമായിട്ട് അതിനുള്ള ഡെഫിനേഷൻസും പോയിന്റ്സുകളും എക്സാമ്പിൾസ് ഉൾപ്പെടെ നമ്മൾ പഠിച്ചിട്ട് വേണം പോകാൻ. അടുത്ത് വരുന്ന ഒരു മീഡിയം പ്രയോറിറ്റി ഏരിയ ആണ്. അവിടെ നോക്കേണ്ട ടോപ്പിക്സുകളാണ് സ്പീച്ച് കമ്മ്യൂണിറ്റി, ഫ്രേസ് സ്ട്രക്ചർ ട്രീസ്, വേർഡ് ഫോർമേഷൻ, ലാംഗ്വേജ് വേഴ്സസ് പെറോള്, സ്ട്രെസ് ഓറഞ്ച് ഇന്റർനേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ്. സോ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യാനും എല്ലാം പഠിക്കണം. ആൻഡ് ഓൾസോ ഇന്റർനേഷൻ മാർക്ക് ചെയ്യാനും നമ്മൾ പഠിക്കണം. പിന്നെ ഫ്ലാഷ് കാർഡ്സ് ഫോർ ദി കോൺട്രാസ്റ്റ്.
ഇനി നമുക്ക് ലോ പ്രയോറിറ്റി വരുന്ന ടോപ്പിക്സുകളാണ് ബൈലിംഗ്വലിസം, സ്റ്റാൻഡേർഡൈസേഷൻ, ടെൻസ് ആൻഡ് അഗ്രിമെന്റ്, ഇന്ത്യൻ ഇംഗ്ലീഷ് ഫീച്ചേഴ്സ്, ഇൻഫ്ലക്ഷൻ, സ്ട്രക്ചറലിസം ഓർ ജനറേറ്റീവ് ബേസിക്സ്, ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ്. അപ്പൊ ഇവിടെ നമ്മൾ ഡെഫിനിഷൻസും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് നോക്കണം. അത് മാത്രമല്ല ഓരോന്നിന്റെ എക്സാമ്പിൾസും കൃത്യമായിട്ട് പഠിക്കാം. നമുക്ക് ലാസ്റ്റ് വരുന്നത് ഒരു പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മുടെ എക്സാക്ട്ലി നമ്മുടെ ഇഗ്നോയുടെ ഒരു പാറ്റേൺ അതേ സ്റ്റൈലിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ ഇതിന് ഡീറ്റെയിൽഡ് ആൻസേഴ്സും സൊല്യൂഷൻസും എല്ലാം നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ ഡു ചെക്ക് ദാറ്റ് വൺ ഓൾസോ. സോ MEG04 ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് നമുക്ക് ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. മാക്സിമം മാർക്സ് 100 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസുകളിൽ ഏതെങ്കിലും 5 എണ്ണം നമ്മൾ എടുത്ത് എഴുതണം. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്ന ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി 20 മാർക്സ് ആണ്. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് വരുന്ന ഷോർട്ട് നോട്ട്സുകളാണ്. അതിനകത്ത് നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ആ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഏതെങ്കിലും 2 എണ്ണം എടുത്ത് എഴുതാം. നമുക്ക് അതിന്റെ വേർഡ് കൗണ്ട് വരുന്നത് 200 ആണ്. ഓരോ ക്വസ്റ്റ്യൻസിനും 10 മാർക്സ് ആണ് അവിടെ ഉള്ളത്. പിന്നെ രണ്ടാമത് വരുന്ന ലാംഗ്വേജ് പ്ലാനിംഗ് ഇൻ മൾട്ടിലിംഗ്വൽ നേഷൻ. അപ്പൊ അവിടെ നമ്മൾ ഇതിന്റെ എയിംസും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് വെച്ചിട്ട് മാക്സിമം കറക്റ്റ് ആയിട്ട് എഴുതുക. അല്ലാതെ മാത്രമല്ല പ്രപ്പോസ് ടു ആക്ഷനബിൾ മെഷേഴ്സ് ആസ് വെൽ. സോ 20 മാർക്സ് ആണ് ഇവിടെയും ചോദിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇംഗ്ലീഷ് കോൺസണന്റ് സിസ്റ്റം. നാലാമത് വരുന്നത് വവൽ സിസ്റ്റം ആൻഡ് പ്രോസോഡിക് കോറിലേറ്റ്സ്. അപ്പൊ ഇവിടെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം 4 നമുക്ക് 5 ആവുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് നമ്മൾ ഡിവൈഡ് ചെയ്ത് നമുക്ക് ഏതാ വേണ്ടത് കൃത്യം നമുക്ക് ഷുവർ ഉള്ള ക്വസ്റ്റ്യൻസുകൾ ഏതാണോ നമ്മൾ കൃത്യമായിട്ട് എടുത്ത് എഴുതുക. സോ 5ാമത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കോൺസ്റ്റുവൻസി ആൻഡ് ഫ്രേസ് സ്ട്രക്ചർ. 6ാമത് വരുന്നതാണ്. അപ്പൊ നമുക്ക് ആ ഫൈനൽ തന്നെ വീണ്ടും 2 ഡിവിഷൻസുകൾ ഉണ്ട്. സോ നമ്മൾ യൂസിങ് ഫ്രേസ് സ്ട്രക്ചർ ഓർ എക്സ്ബാ കൺവെൻഷൻസ് ഡ്രോ എ ഫുള്ളി ലേബിൾഡ് ട്രീ ഡയഗ്രം കൊടുക്കുക. പിന്നെ വരുന്നത് 3 മേജർ അറ്റാച്ച്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റൻ ആണ് വേർഡ് ഫോർമേഷൻ ഇംഗ്ലീഷിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത് വളരെ മനസ്സിലാക്കി വായിച്ചതിന് ശേഷം അതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ആൻസർ പ്രിപ്പയർ ചെയ്യണം. പിന്നെ വരുന്നതാണ് മൾട്ടി ലിംഗ്വലിസം ആൻഡ് ഡൊമൈൻസ് ഓഫ് ലാംഗ്വേജ് യൂസ്. പിന്നെ വരുന്ന നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് സ്ട്രെസ്സും ഇന്റർനേഷൻസും ബേസ് ചെയ്ത് നമുക്ക് സബ് ഡിവിഷൻസുകൾ ഉണ്ട്. അങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് അവിടെ മാർക്ക് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വരുന്നതാണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് ഫോർഗ്രൗണ്ടിങ്, അതായത് മീൻ അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ആ ഒറിജിനൽ ടെക്സ്റ്റ് നമ്മൾ വായിച്ചിട്ട് അവിടെ നമ്മൾ അതിന്റെ പാരലൽസും ഡീവിയേഷൻസും മെറ്റഫറും സൗണ്ട് പാറ്റേണിങ് എല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുക. സോ ഇതാണ് നമ്മളുടെ ഒരു മോക്ക് പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും ഷുവർ ഉള്ള ക്വസ്റ്റ്യൻസ്, നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 8ഓളം ക്വസ്റ്റ്യൻ, 9 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ഷുവർ ഉള്ള 5 ക്വസ്റ്റ്യൻ എടുത്ത് നമ്മൾ കൃത്യമായിട്ട് എഴുതുക. ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് ഇവിടെ 20 മാർക്സ് ആണ് ഉള്ളത്. സോ മാക്സിമം നമ്മൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് സ്ട്രക്ചർഡ് ആയിട്ട് വേണം യു ഹാവ് ടു പ്രിപ്പയർ യുവർ ആൻസേഴ്സ്. സോ ഇത്രയുമാണ് നമ്മുടെ MEG04 ഉള്ളത്. ഐ ഹോപ്പ് ദിസ് വെരി ക്ലിയർ ടു യു. So all the very best for your coming exam. Do well and don't forget to check the detailed answers and solutions for this paper in the LearnWise app. Thank you everyone. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.